കൊട്ടാരക്കരയെ സംബന്ധിച്ച് ഈ കഴിഞ്ഞൊരു 5 വർഷക്കാലം വികസന ക്ഷേമ പ്രവർത്തനം കൊണ്ട് സുവർണ്ണകാലമായിരുന്നു. ഓരോന്നോരോന്ന് എടുത്തെടുത്ത് പറഞ്ഞ പോലെ എന്തെല്ലാമാണ് വികസന എടുത്തെടുത്ത് പറഞ്ഞില്ല, എല്ലാവർക്കും അറിവുള്ളതാണ്. കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ 2006 മുതൽ 2011 വരെയുള്ള സഖാവ് വി എസ് അച്യുതാനന്ദ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്ന് കൊട്ടാരക്കരയുടെ LDF MLA നേതൃത്വത്തിൽ വികസനം നടന്നിട്ടുണ്ട്. അത് LDF ഗവൺമെൻറ് കാലത്ത്, വി എസ് ഗവൺമെൻറ് കാലത്താണ്. അന്നാണ് വി എസ് ഗവൺമെൻറ് കാലത്ത് എന്ന് വെച്ചാൽ സിവിൽ സ്റ്റേഷൻ അടക്കമുള്ള ഒട്ടേറെ നിർമ്മാണ പ്രവർത്തനം നടന്നു നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ 2006 ശേഷം 2011 വരെയുള്ള വി എസ് ഗവൺമെൻറ് കാലത്ത് 2011 മുതൽ 2016 വരെ ശ്രീ ഉമ്മൻചാണ്ടി UDF ഗവൺമെൻറ് കാലത്ത് ഐഷ പോറ്റിയുടെ MLA ആയിരുന്നു. ആ സിവിൽ സ്റ്റേഷനകത്ത് ഒരു കല്ലെടുത്ത് വെക്കാൻ 5 വർഷക്കാലം കഴിഞ്ഞിരുന്നില്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഐഷ പോറ്റി കൊട്ടാരക്കര LDFൻ്റെ MLA ആയിരുന്നു. UDF ഗവൺമെൻറ് ആയതുകൊണ്ട് ആ സിവിൽ സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിലെ കെട്ടിടത്തിനകത്തൊരു കല്ല് പോലും എടുത്തു വെക്കാൻ 5 വർഷക്കാലം കഴിഞ്ഞില്ല. പിന്നെ വീണ്ടും 2016, 2021 പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുകയും അന്ന് ഐഷ പോറ്റി MLA ആയപ്പോഴാണ് വീണ്ടും ആ പണി പൂർത്തീകരിച്ച് സിവിൽ സ്റ്റേഷൻ എല്ലാ സർക്കാർ ഓഫീസുകളും ഒരു കുടക്കീഴിൽ വരത്തക്ക നിലയിൽ ഒരുങ്ങിയത് പിണറായി ഗവൺമെൻറ് കാലത്താണ് എന്ന് നാം കാണേണ്ടതുണ്ട്. അപ്പോൾ വികസന പ്രവർത്തനം എന്നുള്ളത് LDF നയമാണ്, ഒരു വ്യക്തിയുടെ നയമല്ല. UDF കാലം നടക്കാത്ത കാര്യം LDF കാലം നടന്നു. അതാണ് പ്രശ്നം, അതാണ് വ്യത്യാസം. അതാണ് അതിനുശേഷം നിശ്ചയമായി 2-3 ടേം കഴിഞ്ഞ ആ MLA പോയി പാർട്ടി തീരുമാനപ്രകാരം കേരളത്തിലാകെ മാറ്റം വരുന്ന ഭാഗമായിട്ട് തന്നെ കൊട്ടാരക്കരയിലെ മാറ്റം വന്നു. KN ബാലഗോപാൽ നിർത്തി ഒട്ടേറെ 1200 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നു എന്ന് കണ്ടിട്ട് ഐഷ പോറ്റി അസഹിഷ്ണുതയും അസൂയം പൊട്ടിട്ട് കാര്യമില്ല. അതാണ് വാസ്തവം. അതാണ് ഐഷ പോറ്റിക്ക് അസഹിഷ്ണുതകളെല്ലാം കണ്ടിട്ട് ബാലഗോപാൽ ഇവിടെ കൊട്ടാരക്കരയിൽ ഒട്ടേറെ വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതും നടത്തി കഴിഞ്ഞതും ഇനി വരാൻ പോകുന്നതുമായ ഒട്ടേറെ വികസന പ്രവർത്തനം നടക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു ഗവൺമെൻറ് എന്തോ തുടർച്ചയാണ്, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഗവൺമെൻറ് തുടർച്ചയാണ്. അതിനകത്ത് MLA ആവുന്ന ആരംഭില്ല. LDF ഗവൺമെൻറ് തുടർച്ചയായി ഇത്രയും വികസന പ്രവർത്തനങ്ങൾ കൊട്ടാരക്കര നടന്നിട്ടും ഇന്നലെ കോൺഗ്രസിൻ്റെ യോഗത്തിൽ വെച്ചൊരു കോൺഗ്രസ്സുകാരിയായി, തനി കോൺഗ്രസ്സുകാരിയായി അവരൊരു സാധാരണഗതിയിൽ പറയാറുണ്ടൊരു മുൻ കമ്മ്യൂണിസ്റ്റ്, അതായത് എക്സ് കമ്മ്യൂണിസ്റ്റ് വേസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്നാണ്. പക്ഷേ അവർ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല, അവർക്ക് അങ്ങനെ പറയാൻ വേണ്ടി കഴിയില്ല. ഇന്നലെ കോൺഗ്രസിൻ്റെ യോഗത്തിൽ അവർ പറഞ്ഞത് ബാലഗോപാലിനെ അടക്കം LDFനെയും കേരളത്തിലെ പിണറായി സർക്കാരിനെയൊക്കെ വെല്ലുവിളിക്കുകയാണ്. എന്ത് വികസനം നടന്നുള്ളത് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, ഞങ്ങൾ വെല്ലുവിളിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ വിനയത്തോട് ചോദിക്കട്ടെ, LDFൻ്റെ കാലത്ത് LDF തീരുമാനിച്ചും LDF ഗവൺമെൻറ്റും വി എസിൻ്റെ ഗവൺമെൻറ്റും പിണറായി ഗവൺമെൻറ് കാലത്ത് തീരുമാനം നടപ്പിലാക്കിയ വികസനമല്ലാതെ 5 വർഷക്കാലം UDF ഗവൺമെൻറ് കാലത്ത്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് ഐഷ പോറ്റിയുടെ MLA ആയിരുന്നു ചെയ്യുന്നത്. MLA പറയട്ടെ, ഞങ്ങൾ സമ്മതിക്കാം. ആ നിലയിൽ കൊട്ടാരക്കോട് പിന്നെ കിഴക്കേറ്റവും പടിഞ്ഞാറ്റ എല്ലാ മേഖലയിലും ബൈപ്പാസ് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ബൈപ്പാസ് ഇവിടെ തുടങ്ങാൻ ആദ്യം ഫ്ലൈ ഓവറായിരുന്നു. ഫ്ലൈ ഓവറെല്ലാം നോക്കിക്കണ്ട് ഐഷ പോറ്റി MLA കാലത്ത് ഫ്ലൈ ഓവർ കൊണ്ടുവന്നത്. അന്ന് അതിനെ എതിർത്ത് കൊടുക്കുന്ന സുരേഷാണ്. കൊട്ടാരക്കരയിലെ വ്യാപാരി സമൂഹവും ജനങ്ങളും എതിർക്കുന്ന പേരിൽ അന്ന് കോൺഗ്രസ് നേതാവായ കൊടിക്കുന്നിൽ സുരേഷാണ് ഫ്ലൈ ഓവറിനെ എതിർത്തത്. ഇപ്പോൾ ആ ഫ്ലൈ ഓവറിനെ എതിർത്ത കൊടിക്കുന്നിനുമായി ചേർന്ന് നിന്നുകൊണ്ട് ഫ്ലൈ ഓവർ വേണമെന്ന് ഐഷ പോറ്റി പറയുകയാണ്. എന്ത് ന്യായമായത്? അവിടെ സമാന്തരമായി MC റോഡിന് സമാന്തരമായി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് വസ്തു ഏറ്റെടുത്തുകൊണ്ട് ബൈപ്പാസ് നിർമ്മാണം ഉടൻ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. 1-2 വർഷക്കാലത്തിനകത്ത് വസ്തു ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് കൊട്ടാരക്കരയുടെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ KSRTC ഗ്യാരേജ്, KSRTC ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ്, ആ നിലയിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒട്ടേറെ തൊഴിൽ സംരംഭങ്ങൾ, വിദ്യാഭ്യാസ കോംപ്ലക്സ്, നഴ്സിംഗ് കോളേജ്, IHRD സാപ്ലൈസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഈ നിലയിൽ ഒട്ടേറെ വികസന പ്രവർത്തനം, സാംസ്കാരിക നിലയങ്ങൾ, പിന്നെ എല്ലാവർക്കും ഒത്തുകൂടാനുള്ള പൊതു ഇടങ്ങളടക്കം ഈ ബാലഗോപാൽ കൊട്ടാരക്കര MLA ആയതിനു ശേഷം കൊട്ടാരക്കര നഗരസഭയിൽ മാത്രം നടത്തിയ ചുരുക്കം വികസന പ്രവർത്തനമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഏത് റോഡാണ് BMBC ഇല്ലാത്തത്? എല്ലാ റോഡും, കൊട്ടാരക്കരയിലെ എല്ലാ റോഡുകളും ആളുകൾക്ക് സഞ്ചരിക്കുവാൻ കഴിയുന്നത് ഒരു കേടുപാടുമില്ലാതെ BMBC നിലവാരത്തിൽ, ഉന്നത നിലവാരത്തിൽ ഉയർത്തുവാൻ വേണ്ടി ബാലഗോപാലിന് കഴിഞ്ഞു. ആ നിലയിൽ എല്ലാ വികസന ക്ഷേമ പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് അതിലൊന്നും ഒളിച്ചു വെച്ചൊരു കാര്യമല്ല. ആ വെല്ലുവിളി, ഐഷ പോറ്റിയുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ വേണ്ടി കൊട്ടാരക്കര LDF മാത്രമല്ല കൊട്ടാരക്കര ജനങ്ങളാകെ തയ്യാറായിരിക്കുകയാണ്. ഇത്ര തരംതാഴ്ന്ന നിലയിൽ ഒരു MLA ആയിരുന്ന ആൾ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്ത് ഒരു കാരണവശാലും ഭൂഷണമല്ല. അതുകൊണ്ട് വളരെ ലഘുവായി പറയാനുള്ളത്, ഇത്തരം തരംതാഴ്ന്ന ഇടപെടലിൽ നിന്നും, പ്രസംഗത്തിൽ നിന്നും, പ്രവൃത്തിയിൽ നിന്നും അവർ പിന്മാറണമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.